ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നു. വലിയ പ്രഹരശേഷിയുള്ളത് അല്ലെങ്കിൽ പോലും ഡൽഹിയിലും ബീഹാറിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അത്തരം വാർത്തകൾ വരുന്നത് അസമിൽ നിന്നാണ്. അസമിലെ മോറിഗോണിലാണ് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ധനസുമോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ, റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നു? അസമിലെ മൊറിഗോൺ എന്ന ജില്ലയിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രകമ്പനം അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുകയാണ്. കേവലം ഇന്ത്യയിൽ മാത്രമല്ല ഇതിന്റെ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലും പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ സിസ്മോളജി ഗ്രാഫ് പ്രകാരം ഈ മേഖല വളരെയധികം ഭൂകമ്പ പ്രകമ്പനം നിരന്തരം ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഫെബ്രുവരി 25-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ് കൽക്കത്തയുടെ തീരങ്ങളിലും ഇത്തരം ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നത്. കാര്യം ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഒരു ഭൂകമ്പത്തിന്റെ ഒരു ഭൂചലനത്തിന്റെ പ്രകമ്പനമാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മലയിടിച്ചത്. മാത്രമല്ല വലിയ തിരമാലകൾ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ സമുദ്രതീരത്തിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ 5 രേഖപ്പെടുത്തിയിരിക്കുന്ന 5 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് സിസ്മോളജി വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പരിഹരിക്കുന്നത്. പക്ഷെ ആ മേഖലയിൽ നിന്നും ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉള്ളതായി റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.